പറയപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞു, 500 കോടിയുടെ അഴിമതി ഇതിൽ നടന്നു വന്നു. പക്ഷേ എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വി ഡി സതീശനോ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാരും ഇത് ഏറ്റുപിടിക്കുന്നവർ നമുക്ക് കണ്ടില്ല. ഇത് ഇനി പ്രത്യേകിച്ച് SITയുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം ഹൈക്കോടതിയെ SITക്ക് സമർപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും? സ്വാഭാവികമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നല്ല, നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഇതേപോലൊരു പ്രതിപക്ഷ നേതാവ് ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഇതേപോലൊരു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിലേക്ക് തെളിവ് തരാം എന്ന് പറഞ്ഞു പോയത് നമ്മുടെ കേരള ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് പുതുമയുള്ളൊരു കാര്യമാണ്. കാര്യം ഇതിൽ മറ്റൊരു പുതുമ കൂടെയുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ പരിധി, ഹൈക്കോടതി തന്നെ നിർണയിച്ച ഉദ്യോഗസ്ഥരാണ് അത് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഹൈക്കോടതിയുടെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാകുമ്പോൾ രമേശ് ചെന്നിത്തല ഈ പറയുന്ന കാര്യങ്ങൾ ജെന്യൂനിറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിലെ ഒരു സീനിയർ നേതാവ് ഇങ്ങനെ ഒരു തെളിവ് നൽകാനായി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തുഫേൽ ചോദിച്ച പോലെ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചയാകേണ്ടതാണ്. അത് അദ്ദേഹവും ഏറ്റുപിടിച്ചില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന അതിന്റെ പിന്നിൽ, അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തനിക്ക് പബ്ലിസിറ്റി കിട്ടണം, എല്ലായിടത്തും താൻ ഈ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ നേതാക്കൾ, ഇപ്പൊ വി ഡി സതീശനാണെങ്കിലും അതിന് മുമ്പുള്ള നേതാക്കളായിരുന്നാലും അതായത് ഇപ്പോൾ അതിന് മുമ്പുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ കരുണാകരനും പിന്നെ ഈ പറയുന്ന AK ആന്റണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ AK ആന്റണിക്കൊപ്പം ഉമ്മൻചാണ്ടി എന്ന മാനേജറാണ് ഐ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. നേതാക്കളൊക്കെ തന്നെ സ്വയം പബ്ലിസിറ്റിയുടെ പിറകെയാണ് പോയിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ സ്വയം പബ്ലിസിറ്റിയുടെ പിറകെയാണ് പോയിരിക്കുന്നത്. പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവർ ഐക്യമുള്ള നേതാക്കളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ SIT എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്ത, അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ തള്ളകൾ ഉരുളും എന്ന് പറയുന്ന, അവർക്ക് കണ്ടെത്താൻ ആകെ ഒരു വാസുവും ഒരു പത്മകുമാറും മാത്രമേ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരോടെ പോയി എന്ന് ഇവർക്ക് ചോദിക്കാമായിരുന്നു. അവിടെ ഞങ്ങളുടെ നേതാവ് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊരു നല്ല വാക്ക് എന്തുകൊണ്ട് കോൺഗ്രസിലെ ഒരു നേതാവ് പോലും പറയുന്നില്ല, ഒരു ഈർക്കൽ നേതാവ് പോലും പറയുന്നില്ലല്ലോ. അവിടെയാണ് അവർക്ക് ഐക്യമില്ല എന്നുള്ള കാര്യം വരുന്നത്. ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. രമേശ് എന്തുകൊണ്ട് ഇത് തനിക്ക് കിട്ടിയ കാര്യം ഐക്യമായി വി ഡി സതീശനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ സണ്ണിയെ അറിയിച്ചില്ല, സണ്ണി ജോസഫിനെ അറിയിച്ചില്ല, KPC പ്രസിഡന്റ്, എന്നിട്ട് അവർ 3 പേരും കൂടി ഇരുന്ന് സംയുക്തമായിട്ട് പത്രസമ്മേളനം നടത്താത്തത്? അവിടെയും രമേശ് തന്റെ കാര്യമാണ് നോക്കിയത്. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയം. ഇവിടെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, അന്വേഷണ ഉദ്യോഗസ്ഥരോട് അങ്ങോട്ട് തന്നെ ഞാനിത് നൽകാമെന്ന് പറയുമ്പോൾ പോലീസ് ഈ നിമിഷം വരെ അദ്ദേഹത്തിന് ഒരു ടൈം കൊടുത്തില്ല. ഈ വരുന്ന ഞായറാഴ്ച മറ്റേ എങ്ങോട്ടാണ് സമയം. അതിന്റെ കാരണം ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പാണെന്നാണ് പറയുന്നത്. അവിടെയും പിണറായിയുടെ പോലീസിന് ഒരു വലിയ അവമതിപ്പല്ലേ അതിലുണ്ടാക്കുന്നത്? പിണറായിയുടെ പോലീസിന് എന്താ ഇത് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിയാത്തത്? പിണറായി പോലീസ് കണ്ടുപിടിച്ചെത്തി രണ്ട് പിന്നെ പാർട്ടിക്കാരെ പിടിച്ചു എന്നുള്ളതല്ലാതെ അവിടെയും അവരും നോക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കാൻ, അതായത് കുളം കലക്കി മീൻ പിടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ പോലീസിനെ കൊണ്ട് കഴിയുക. നമ്മൾ ഹൈക്കോടതി നോക്കുന്ന പോലീസ് അന്വേഷണമാണ് എന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് SITക്ക് മേൽ സമ്മർദ്ദമുണ്ടോ? അവർ ബാക്കിയുള്ളവരെ പിടിക്കാത്തത്? അവർ പിടിച്ചിട്ടുണ്ട്. എതിർ രാഷ്ട്രീയത്തിലല്ല, ഭരണത്തിരിക്കുന്ന പാർട്ടിയിലെ ആൾക്കാരാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഏർപ്പെടുത്തിക്കുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും. ഇപ്പൊ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞെങ്കിലും ഇത് രാഷ്ട്രീയമായിട്ടും കൂടെ പ്രശ്നം ഉണ്ടാകത്തക്ക രീതിയിലാണ് അന്വേഷണം. അവർ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല, പക്ഷെ അത് ഒരു അങ്ങനെയാണ് പോയിരിക്കുന്നത്. അവരുടെ റൂട്ട് പോയിരിക്കുന്നത് അങ്ങനെയാണ്. ഭരണത്തിൽ ഇരിക്കുന്നവരെ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതെ, ഈ SIT സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സ്വാഭാവികം SITനെ നിയോഗിച്ചത് ഹൈക്കോടതി ആണെങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥര് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ളതല്ലേ? അതെ, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ളതെങ്കിൽ SIT നിയോഗിച്ച ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തിയ ഏറ്റവും മികവാർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പൊ ഇവര് ഇപ്പൊ പിടിച്ചിരിക്കുന്നവരെ വെച്ച് ഒരു രാഷ്ട്രീയ യുദ്ധം നടത്താനേ ഇപ്പൊ കഴിയുന്നുള്ളൂ, അല്ലാതെ ശരിക്കുള്ള തലങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. CPM 2 നേതാക്കളെ പിടിച്ചപ്പോഴേക്കും CPM അവർക്കിട്ട് കൂച്ചുവിലം കിട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുപ്പിച്ച് ഒരു പുതിയ പ്രതിയുടെ പേര് വന്നില്ല? പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ പറയുന്ന രീതിയിൽ രമേശ് ചെന്നിത്തല നൽകാൻ പോകുന്ന തെളിവ് അത് നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും അർപ്പിക്കേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തല നൽകുന്നത് കൊണ്ടും SITക്ക് അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കിട്ടാതിരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടും അതിനെ ഒരു വലിയ മീനെ എന്ന് പിടിക്കാനുള്ള തരത്തിലൊന്നും ഇല്ല
ഈ പറഞ്ഞ ഇത് അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു മുൻവിധി. എനിക്ക് തോന്നുന്നത് എൻ്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയ പഠനത്തിൽ നിന്ന്, അതായത് രാഷ്ട്രീയ നിരീക്ഷണത്തിൽ, ചെറിയ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത്, ഇപ്പൊ SIT അന്വേഷണ സംഘത്തോട് അദ്ദേഹം പറയുകയാണെങ്കിൽ ആ പ്രസ്തുത വ്യവസായിയെ വിളിക്കാൻ പറയും. ആ വ്യവസായിയെ വിളിച്ച് കേൾക്കുമ്പോൾ പറയും, ഓ അയാൾ പറയുന്ന വസ്തുതയൊന്നുമില്ല, അയാൾ പറയുന്ന ആൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഇവിടെ ആരുമില്ല, ഇങ്ങനൊരു സ്വർണ്ണക്കള്ളോട് നടക്കാൻ സാധ്യതയില്ല, ഇവിടെ അങ്ങനെ ഒരു വ്യവസായി ഇല്ല, ഒരിടത്ത് ഇത് നിസാരവൽക്കരിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ പുകയാണെന്ന് തോന്നിയോണ്ടാണോ ഈ കോൺഗ്രസ് തന്നെ ഇത് ഏറ്റുപിടിക്കായിരുന്നു? ഒരിക്കലുമല്ല. രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ മുതൽ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടന്നതായിട്ട് പറഞ്ഞതുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വസ്തുതയായിരുന്നു. ഒരു കാര്യം ഇവിടെ എടുത്തു പറയണ്ടേ, രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവിന്റെ കുഴപ്പം, അദ്ദേഹം ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കാതെ പകുതി വെച്ച് കളഞ്ഞിട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സ്പ്രിംഗ്ലർ വിവാദം എന്ന് പറയുന്നത് നിരവധി ഡേറ്റാസ് അതിലുണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരുന്നു. നമ്മൾ ഒരാളെ സംബന്ധിച്ചുള്ള രേഖകൾ, ഒരാളെ ഇവിടുത്തെ അങ്ങനെ ആ ഡേറ്റ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സർവ്വകാര്യവും നഷ്ടപ്പെട്ടു എന്നതാണ്. ആ ഒരു അന്വേഷണത്തിന്റെ ഒരു സംഭവം അദ്ദേഹം ഇറക്കി വിട്ടിട്ട് അതിന്റെ പുറകെ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത്, അദ്ദേഹം നിരവധി ഇതുവരെയുള്ള ആരോപണങ്ങൾ, പ്രതിപക്ഷ നേതാക്കളിൽ 8 or 9 ആരോപണങ്ങൾ സർക്കാരിനെതിരെ അന്ന് ഉണ്ടാക്കിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പുറത്തുവിട്ടതാണ്. പക്ഷേ അതിന്റെ പിറകെ അദ്ദേഹം തുനിഞ്ഞു പോയിട്ടില്ല. അവിടെയാണ് VS എന്ന് പറയുന്ന നേതാവിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ തന്നെ തൂങ്ങി നിന്ന് അതിലൊരു കല്ലും നെല്ലും കാണുന്നവരെ PS അച്യുതാനന്ദൻ നിന്നിട്ടുണ്ട്. ഇവിടെ രമേശിന് അതിന് കഴിയില്ല. രമേശ് ഇത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവരൊക്കെ തന്നെ പറയുന്നത്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എനിക്ക് തോന്നുന്നത്, ഇതിപ്പോ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ്, പാർട്ടിയിലുള്ള ഒരു നേതാവാണ്, അദ്ദേഹം കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. പോലീസ് അത് എത്ര മുഖവിലേക്ക് എടുക്കും എന്നുള്ളത് വലിയ കാര്യമാണ്. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് മേൽ പാരയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതൊരു വലിയ അപമതിപ്പാണ്. അദ്ദേഹത്തിന്റെ പോലീസ് ടീമിന് കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള കുറെ വസ്തുതകൾ നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് എന്ന് പറയേണ്ടത് പോലീസാണ് തെളിയിക്കേണ്ടത്. രമേശ് പറയുന്ന ആള് ആയിരിക്കും ഇതിനെ സംബന്ധിച്ച എവിഡൻസ്, രേഖകൾ ഈ പറയുന്ന SIT സംഘത്തിന് നൽകേണ്ടത്. ആ രേഖകളിന്മേൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ ഈ വരുന്ന കുറ്റപത്രം വരുന്നതിന് മുമ്പ് ഈ ഒരു നിരീക്ഷണം, ഇദ്ദേഹം നൽകുന്ന ഈ അറിവ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇവർ മുഖവിലേക്കെടുത്ത് അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുണ്ടെങ്കിൽ, ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞ ആള് വഴി ഇത് തെളിയിക്കപ്പെടും എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രമേശിന് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം അത് നല്ലതായിരിക്കും എന്ന് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. അദ്ദേഹം അത് ഒരു തുടങ്ങിയാൽ ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ഒരു കാര്യം അദ്ദേഹം തുടങ്ങി അതിന്റെ അവസാനം വരെ നിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ തന്നെ എത്തുമൊക്കെ നമുക്ക് ധരിക്കാം. SIT അന്വേഷണ സംഘം കോടതി നിരീക്ഷണത്തിൽ ഇത് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ പിടിക്കപ്പെട്ടവരല്ലാതെ വൻ തോക്കുകളുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് തന്നെ അങ്ങനെ സംഭവിക്കട്ടെ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഇനി ഈ ഭരണം തീരാനുള്ളത്. അതിനു മുമ്പ് കോൺഗ്രസിലും തിരിച്ചങ്ങോട്ട് CPM-ലും എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് രമേശിന്റെ ഈ വെളിപ്പെടുത്തൽ വഴി തെളിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.